ഒടുക്കത്തിലാണെങ്കിലും തുടക്കത്തിലാണെങ്കിലും ആരോട് ചോദിച്ചാലും ഏറ്റവും ടഫുള്ള ചാപ്റ്റർ ഏതാ പറയാറെന്ന് അറിയാം? നമ്മളുടെ ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങൾ. നീക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ? ഒന്നാമത്തെ ചാപ്റ്റർ വളരെ ഈസി ആയിരുന്നു. രണ്ടാമത്തെ ചാപ്റ്റർ എത്തിയപ്പോ ഈസി വേണ്ടായിരുന്നു, ഒരു മീഡിയം ലെവലിലെങ്കിലും ഇവർക്ക് പിടിച്ചുകൂടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാവും. എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിക്ക് നമ്മളുടെ ഈക്വൽ ട്രയാങ്കിൾസ് കേട്ടാൽ തന്നെ കുട്ടികൾ ഓടും. പക്ഷെ ഓടരുത്. നമ്മൾ ഈ ഒരു ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഈ ഒരു മുക്കുമൂലയും മുതൽ നമ്മൾ ഫുൾ 0 to ഹീറോ വരെ നമ്മൾ ഈ ഒരൊറ്റ ക്ലാസ്സിൽ പഠിക്കാൻ പോവാണ് കേട്ടോ. ഒന്നും പേടിക്കേണ്ട, ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് ഈക്വൽ ട്രയാങ്കിൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും, അതെന്റെ ഉറപ്പാണ്. സോ എല്ലാ കാര്യങ്ങളും മിസ് ചെയ്തിട്ടുള്ളത് മിസ് പറഞ്ഞുതരും. സോ ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ് ഈക്വൽ ട്രയാങ്കിൾ എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈക്വൽ ട്രയാങ്കിൾ എന്ന് ഇതാ പറയാണ്. അതിന് മുന്നേ നിങ്ങളുടെ ഈക്വൽ ട്രയാങ്കിൾ ഇഷ്ടമല്ല എന്ന് പറയുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആൻഡ് ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം. സോ ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സയാമീസ് ഇരട്ടകളെ പോലെയുള്ള ട്രയാങ്കിളിനെയാണ് ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ തുല്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ തുല്യ കൈകൾ അല്ലെങ്കിൽ തുല്യ ഈക്വൽ കൈകൾ എന്ന് എപ്പോഴാണ് പറയാന്നറിയോ? ഇത് ഈക്വൽ കൈകളാവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഈ കൈയിന്റെ മുകളിലേക്ക് വെച്ചാൽ നമുക്ക് ഒരുപോലെ അല്ലേ ഇതുള്ളത്? ഒരുപോലല്ലേ? ഒരു മാറ്റവും ഇല്ലല്ലോ. ഒരുപോലെ സയാമീസ് ഇരട്ടകളെ പോലല്ലേ ഇവന്മാരുള്ളത്. ഇതിനെ എനിക്ക് ഇത് പറയാം, തുല്യ കൈകൾ എന്ന് പറയാം. അതുപോലെ തന്നെടാ ത്രികോണം. അതായത് ഇപ്പൊ 2 ത്രികോണം നിങ്ങൾ പേപ്പറിൽ വെട്ടി, ഒരു പേപ്പറിലുള്ള ത്രികോണത്തിനെ മറ്റേ ത്രികോണത്തിന്റെ മുകളിലോട്ട് വെച്ചപ്പോൾ ഇത് ഒരുപോലെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനെ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയാം, ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് നമുക്ക് ഇന്ത്യയിൽ ഇങ്ങനെ 2 ത്രികോണങ്ങൾ ഞാൻ കടലാസിൽ വെട്ടിയേ, ഈ ത്രികോണത്തിനെ ഞാൻ ഇതിന്റെ മുകളിലേക്ക് വെക്കുക. അത് അങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു, ഇതിന്റെ മുകളിലേക്ക് വെച്ചപ്പോൾ നമുക്ക് ഒന്നിന്റെ മുകളിലേക്ക് ഒന്ന് വെച്ച സമയത്ത് ഒരുപോലെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്, തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ തുല്യ ത്രികോണങ്ങൾ നോക്ക്, തുല്യ ത്രികോണങ്ങളിൽ ഇതാ ഇതിന്റെ വശങ്ങൾ ഇതാ നോക്ക്. ഇവിടെ നോക്കിയാൽ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇതിന്റെ വശങ്ങളൊക്കെ കറക്റ്റ്. അതാ നമുക്ക് ഇതിന്റെ ഈ വശം ഈ വശത്തിന് ഈക്വലാ, ഈ വശം ഈ വശത്തിന് ഈക്വലാ, ഈ വശം എന്ന് പറയുന്നത് ഈ വശത്തിന് ഈക്വലാണ്. കോണുകളാണെങ്കിലും ഇത് ഒരുപോലുള്ള കോണുകളായിരിക്കും. ഇത് എന്ന് പറയുന്നതും ഒരുപോലുള്ള കോണുകളായിരിക്കും. ഇത് എന്ന് പറയുന്നതും ഒരുപോലുള്ള കോണുകളായിരിക്കും അല്ലെ? അപ്പൊ ഇതിന്റെ ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ മറ്റേ ത്രികോണത്തിന്റെ 3 കോണുകൾക്കും മറ്റേതിന്റെ 3 വശങ്ങൾക്കും ഒക്കെ ഇതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് ഈക്വൽ ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരുപോലെ ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഒരുപോലെ ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് എക്സാമിന് ചോദിക്കും എന്താ അറിയോ? 2 ത്രികോണങ്ങൾ അങ്ങോട്ട് തരും. ആ 2 ത്രികോണങ്ങൾ അങ്ങോട്ട് തന്നിട്ട് നമ്മളോട് ചോദിക്കും അത് ഈക്വൽ ആണോ അല്ലയോ എന്ന് ചോദിക്കും. ശരിക്കും ഈക്വൽ ട്രയാങ്കിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈനെ വെട്ടി അതിന്റെ മുകളിലേക്ക് വെച്ചാൽ അത് ഈക്വൽ ആയിരിക്കും, ഇത് ഒരുപോലെ, അത് സയാമീസ് ഇരട്ടകളെ പോലാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാവും. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ പനിയുണ്ട്, നല്ല പനിയാ. നമ്മളെങ്ങനെയാ പറയല്? എനിക്ക് നല്ല പനിയാന്ന്. പനി വരുമ്പോൾ തന്നെ ഡോക്ടറെ അടുത്തേക്ക് ഓടലാണോ? അല്ല, നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്ന് തൊട്ട് വെക്കും തലയിൽ, നമ്മൾ നെറ്റിമിലൊന്ന് തൊട്ടിട്ട് നമ്മൾ പറയും നല്ല ചൂടുണ്ട്, നല്ല പനിയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാം? നമ്മൾ കിടക്കുമ്പോൾ ഉള്ളിലേക്ക് ഭയങ്കര ക്ഷീണം, എൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല ക്ഷീണമുണ്ട്, എൻ്റെ ഉള്ളിലേക്ക് പനിക്കുന്നതെന്ന് തോന്നുന്നതെന്ന് പറയും. അതുപോലെ തന്നെ 2 ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് 3 റൂളുകളുണ്ട്. ആ 3 റൂളിൽ ഏത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം എന്ത്? അത് തുല്യ ത്രികോണങ്ങൾ, ഈക്വൽ ട്രയാങ്കിൾ ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മളുടെ ഈക്വൽ ട്രയാങ്കിൾ ആണോ നോക്കാനുള്ള സിംറ്റംസ് എന്താണ് ഇതിന്റെ റൂളുകൾ? 3 റൂളുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് ആ 3 റൂളുകളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആരൊക്കെന്നറിയോ? ഞാൻ വെറുതെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഒന്ന് എസ് റൂൾ ഉണ്ട്, അതുപോലെ എസ് റൂൾ ഉണ്ട്, അതുപോലെ എ റൂൾ ഉണ്ട്. ഇതാണ് 3 റൂളുകൾ. ഓക്കെ, ഇതാണ് 3 റൂളുകൾ. അപ്പൊ മിസ് ഓരോന്നായിട്ട് പറഞ്ഞു തരട്ടെ. ഒന്നാമത്തെ നോക്കിയേ, എസ് റൂളാണ്. നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് എന്താണ്? നമ്മളുടെ സ്വന്തം എസ് റൂള്. എസ് പറഞ്ഞാലോ? എസ് എന്ന് പറഞ്ഞാൽ സൈഡ് റൂള്, അല്ലെങ്കിൽ വശം റൂള്. ഒന്നുമില്ലടാ, സാധനം ഇത്രയേ ഉള്ളൂ. അതായത് 2 ട്രയാങ്കിൾ മിസ് വരയ്ക്കാണ്. 2 ട്രയാങ്കിൾ വരയ്ക്കാണ്. അപ്പൊ ഈ 2 ട്രയാങ്കിൾ വരച്ചപ്പോൾ ഞാൻ പറയാണ് ഇതിന്റെ ഈ സൈഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ സൈഡിന് ഈക്വൽ ആണ്. അതുപോലെ ഇതിന്റെ ഈ സൈഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ സൈഡിന് ഈക്വൽ ആണ്. ഇതിന്റെ ഈ മൂന്നാമത്തെ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൂന്നാമത്തെ സൈഡിന് ഈക്വൽ ആണ്. അതായത് ഒന്നിന്റെ 3 സൈഡ്സ് മറ്റേതിന്റെ 3 സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേ വേണ്ട. നമ്മൾ തലയിൽ തൊട്ടിട്ടല്ലേ നമ്മൾ പനിയാണെന്ന് മനസ്സിലാക്കല്, അല്ലാതെ ടെസ്റ്റ് ചെയ്തിട്ടാണോ? അതുപോലെ ടെസ്റ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ 3 സൈഡ്സ് ഇതിന്റെ 3 സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ കണ്ണും പൂട്ടി പറയാൻ പറ്റും ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണ്, തുല്യ ത്രികോണങ്ങളാണ് എന്ന് പറയാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് ഇതും 3 സെന്റിമീറ്റർ ആണ്, ഇതും 3 സെന്റിമീറ്റർ ആണ്, ഇതിപ്പോ 5 സെന്റിമീറ്റർ ആണ്, ഇവനും 5 സെന്റിമീറ്റർ ആണ്, ഇത് 4 സെന്റിമീറ്റർ ആണ്, ഇവനും 4
4 സെന്റിമീറ്റർ ആണ്. ദെൻ ഇതെന്തായിരിക്കും? ഈ 2 ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഒന്നാമത്തെ റൂള് മനസ്സിലായല്ലോ. ഒന്നിന്റെ 3 സൈഡ്സ് മറ്റതിന്റെ 3 സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ അത് ഈക്വൽ ട്രയാങ്കിൾ ആണ്, തുല്യ ത്രികോണങ്ങളാണ്. സിമ്പിൾ അല്ലേ? ഈക്വൽ ട്രയാങ്കിൾ ആണ് എന്ന് മനസ്സിലായേ. അങ്ങനെയെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾ ആണ് നിങ്ങൾക്ക് മനസ്സിലായ ആ ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കേണ്ട മറ്റേ കാര്യം എന്താ അറിയോ? ഇങ്ങനെ ഈക്വൽ ട്രയാങ്കിൾ ആണ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാല് അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈക്വൽ ആയിട്ടുള്ള സൈഡിന്, അതായത് 3 3 ഈക്വൽ ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് 3ന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഈ 3ന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഈക്വൽ ആണ്. ഈ 5ന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഇവിടെ 5 എവിടെ, ഈ 5ന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഈക്വൽ ആണ്. ഈ 4ന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഇവിടെ 4 എവിടെ, ഈ 4ന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതായത് ഇതൊരു 50 ഡിഗ്രി ആണെങ്കിൽ മക്കളെ ഇതും എന്തായിരിക്കും? 50 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പൊ ഈക്വൽ ട്രയാങ്കിൾ ആണ് എങ്കിൽ എന്തായിരിക്കും? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അതായത് തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം. തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം. ഇതിനെ നേരെ തിരിച്ചും പറയാട്ടോ. തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. അതായത് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താണ് ഈക്വൽ ആയിട്ടുള്ളത്? സൈഡ്സ് ആണ് ഈക്വൽ ആയിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ എന്നാണ് നമ്മൾ ഇവിടെ പറയാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈക്വൽ ട്രയാങ്കിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്ന ഒരു റൂൾ, അതായത് എസ് റൂള്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറിയോ? ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾ ബിലോ ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് ദ സെക്കൻഡ് ട്രയാങ്കിൾ ഈക്വൽ ടു ദ ആംഗിൾസ് ഓഫ് ദി ഫസ്റ്റ് ട്രയാങ്കിൾ. ഞാൻ ഒന്നാമത്തെ കണ്ടെത്തി തരും, രണ്ടാമത്തെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അതായത് ചുവടെയുള്ള ഓരോ ജോഡി ചിത്രങ്ങളിലും ഒന്നാം ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ രണ്ടാം ത്രികോണത്തിൽ നിന്നും കണ്ടുപിടിച്ച് എഴുതാനാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ ഇത് 4 സെന്റിമീറ്റർ ആണ്. നോക്ക്, ഈ ട്രയാങ്കിളിന്റെ ഇതും 4 സെന്റിമീറ്റർ ആണ് അല്ലെ? അപ്പൊ ഇതാ നോക്ക്, ഇതിന്റെ പേര് എന്ന് പറയുന്നത് LMN എന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇത് XYZ ഇതിങ്ങനെ വരട്ട് വെച്ചാലൊന്നും പോരാ. ഇതിന്റെ നോക്ക് MN എന്ന് പറയുന്ന ഈ സൈഡ് എന്തിന് ഈക്വൽ ആണ്? ഇവിടെ ഈ സൈഡിന് XZ എന്ന് പറയുന്ന ഈ സൈഡിന് ഈക്വൽ ആണ്. ഇങ്ങനെ തന്നെ എഴുതണേ, 4 മാർക്ക് കിട്ടുള്ളൂ. വെറുതെ ഞാൻ ഇത് ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എങ്ങനെയാ എഴുതണ്ടോന്നുകൂടി പഠിപ്പിച്ചു തന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താവുള്ളൂ? ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇനി അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് 3 സെന്റിമീറ്റർ ആണ്. ഇത് എന്താ 3 സെന്റിമീറ്റർ ഉള്ളത്? ഇവിടെയും 3 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് നമ്മളുടെ LM 4 സെന്റിമീറ്റർ ഏതായിരുന്നു? LM എന്തിന് ഈക്വൽ ആണ്? LM is equal to നമ്മളുടെ ഏതാണ് 3 സെന്റിമീറ്റർ? നമ്മളുടെ ZYക്ക് ഈക്വൽ ആണ്. ഇനി അടുത്ത് നോക്ക്, മൂന്നാമത്തെ മറ്റൊരു സൈഡ് ഉണ്ടല്ലോ, ഏതാണ്? ഈ സൈഡ്. ഇത് 2 സെന്റിമീറ്റർ ആണ്. ഇവിടെയും 2 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് NL ഈക്വൽ ടു XY എന്ന് പറഞ്ഞാലും YX എന്ന് പറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇതിനൊക്കെ. അപ്പോ ഇതിന്റെ 3 സൈഡ്സിന് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണ് അല്ലെ? ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ, തുല്യ ത്രികോണങ്ങളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്? തുല്യ വശങ്ങൾക്ക് നിങ്ങൾ താഴെ എഴുതുക, ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണ്. Therefore ട്രയാങ്കിൾ LMN ആൻഡ് ട്രയാങ്കിൾ XYZ ആർ ഈക്വൽ ട്രയാങ്കിൾസ്, അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങളാണ്. എന്നിട്ട് അടുത്ത നിങ്ങൾ എന്താ എഴുതണ്ടേ? ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ എഴുതണേ. എന്താ എഴുതേണ്ടത്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. നമ്മുടെ ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അല്ലെങ്കിൽ എന്താണ്? നമ്മളുടെ തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നോക്ക്, ഈ 4ന്റെ ഓപ്പോസിറ്റുള്ള ഇതും ഈ 4ന്റെ ഓപ്പോസിറ്റുള്ള ഇവനും തുല്യമായിരിക്കും. ആംഗിൾ L ഈക്വൽ ടു ആംഗിൾ Y ആണ്. ഇനി അടുത്ത എന്താണ്? നമ്മളുടെ ഈ ഒരു 3ന് ഓപ്പോസിറ്റുള്ള ഇവനും ഇവിടെ 3ന് ഓപ്പോസിറ്റുള്ള ഇവനും ഈക്വൽ ആയിരിക്കും. ആംഗിൾ X ഈക്വൽ ടു ആംഗിൾ M ആണ്. ഇനി അടുത്ത് നോക്ക്, നോക്ക്, ഈ 2ന് ഓപ്പോസിറ്റുള്ള ഇവനും ഈ 2ന് ഓപ്പോസിറ്റുള്ള ഇവനും ഈക്വൽ ആയിരിക്കും. എവിടെ 3 ഇതായിരുന്നു അല്ലെ? 3ന് ഓപ്പോസിറ്റ് N ആണ്. അപ്പൊ എന്താ ഇത്? ഓക്കെ, അപ്പൊ ഈ 2ന് ഓപ്പോസിറ്റുള്ള ഇവനും ഇവിടെ 2ന് ഓപ്പോസിറ്റുള്ള ഇവനും ഈക്വൽ ആയിരിക്കും. ആംഗിൾ M is equal to ആംഗിൾ Z ആണ്.
എങ്ങനെയാണ് എഴുതേണ്ടത്? സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? ഇതുപോലെ നിങ്ങൾ ഇതും എഴുതി നോക്കാം കേട്ടോ. വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്ക്, ഒരു ക്വസ്റ്റ്യനും കൂടി നോക്ക്. ഇനി ക്വാഡ്രിലാറ്ററൽ ABCD ഷോൺ ബിലോ AB ഈക്വൽ ടു AD. ഇവർ ഓൾറെഡി തന്നിട്ടുണ്ട് AB ഈക്വൽ ടു AD ആണ്. ഇനി CB ഈക്വൽ ടു CD. AB ഈക്വൽ ടു AD എന്ന് പറയുമ്പോൾ AB അതും AD ഇതും ഈക്വൽ ആണ്. അതുപോലെ CB ഈക്വൽ ടു CD. ഓക്കെ, CBയും CDയും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ നമ്മളോട് എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാ പറഞ്ഞത്. ചിത്രത്തിൽ ABCD എന്ന ചതുർഭുജത്തിൽ ABED, AB ഈക്വൽ ടു AD, CB ഈക്വൽ ടു CD എന്നിങ്ങനെയാണ് ചതുർഭുജത്തിലെ എല്ലാ കോണുകളും കണക്കാക്കാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. മകളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ രണ്ട് ട്രയാങ്കിൾ കാണില്ലേ? ഇങ്ങനെ ഒരു ട്രയാങ്കിളും ഉണ്ട്, താഴത്ത് ഇങ്ങനെ ഒരു ട്രയാങ്കിളും ഉണ്ട്. ഇവർ പറഞ്ഞ കാര്യം എന്താണ്? ഇവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇത് 30 ഡിഗ്രിയാണ്, ഇത് 50 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ നോക്ക്, ഓരോ ട്രയാങ്കിളും നോക്കേ. ഓരോ ട്രയാങ്കിളും ഇതിന്റെ ഈ സൈഡ് ഇതിന്റെ ഈ സൈഡിന് ഈക്വൽ ആണ്, ഇതിന്റെ ഈ സൈഡ് ഇതിന്റെ ഈ സൈഡിന് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ മിസ് ചോദിക്കട്ടെ, ഇതിന്റെ രണ്ടിന്റെയും മൂന്നാമത്തെ സൈഡ് എന്താണ്? AC എന്ന് പറയുന്ന സൈഡാണ്. AC എന്ന് പറയുന്ന സൈഡ് എന്താണ്? രണ്ടിന്റെയും പൊതുവശാണ് അല്ലെ? പൊതുവശം അല്ലെങ്കിൽ കോമൺ സൈഡാണ് അല്ലെ? കോമൺ സൈഡാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഈ ത്രികോണത്തിന്റെ 3 വശങ്ങൾ ഇതിന്റെ 3 വശങ്ങൾക്ക് ഈക്വൽ ആണെങ്കിൽ ഈ ത്രികോണത്തിന്റെ പറയുന്ന പേരെന്താണ്? ഈക്വൽ ട്രയാങ്കിൾ, തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ തന്നെ നിങ്ങൾ താഴെ എഴുതുക ട്രയാങ്കിൾ, ഇതിന്റെ പേര് ADC ആൻഡ് ട്രയാങ്കിൾ ഏതായിരിക്കും? ABC എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ മക്കൾക്ക് അറിയുന്ന മറ്റൊരു കാര്യം എന്താ? ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ അല്ലേ? അപ്പൊ താഴെ എഴുതി വെക്കുക, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ? നോക്ക്, ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിള് ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇത് 50 ആണെങ്കിൽ ഇവനും 50. അതുപോലെ തന്നെ നമ്മളുടെ 30ക്ക് നമ്മളുടെ ഈ ഒരു ഇവന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിള് നമുക്ക് CBക്ക് ഓപ്പോസിറ്റുള്ള ഈ ആംഗിള് CDക്ക് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ഇത് 30 ആണെങ്കിൽ ഇവനും 30. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾ 30, 50 ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? 30യും 50, 80. ഇത് എത്രയായിരിക്കും? 100. ഇവിടെ എന്തായിരിക്കും? 100. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഈ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ചതുർഭുജത്തിന്റെ 4 ആംഗിളും പറഞ്ഞൂടെ? ഈ വലിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 + 30 60, ഇത് 100, ഇത് 50 + 50 100, ഇത് 100. ഇങ്ങനെയാ പറയാ, സിമ്പിൾ. അപ്പൊ എല്ലാം ഈ ഒരു ഈക്വൽ ട്രയാങ്കിൾ തുല്യ ത്രികോണത്തിലേക്ക് ഒന്നൊന്ന് ബന്ധിപ്പിച്ച് എഴുതിയാൽ നോ പ്രോബ്ലം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ റൂള് അടിപൊളിയായിട്ട് തകർപ്പനായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞേ. അടിപൊളിയായിട്ട് തകർപ്പനായിട്ട് പഠിപ്പിച്ചു. അങ്ങനെയെങ്കിൽ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് SAS റൂളാ. SAS അതായത് സൈഡ് ആംഗിൾ സൈഡും. അതായത് ഒന്നുമില്ലടാ, രണ്ട് സൈഡും അതിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള ആംഗിളും, അല്ലെങ്കിൽ ആദ്യം AS പഠിപ്പിക്കും. ASA എന്ന് പറയുന്നത് രണ്ട് ആംഗിളും അത് ഉൾക്കൊള്ളുന്ന സൈഡും. അതായത് ഒരു സൈഡ് ഉണ്ട്, ആ സൈഡിന്റെ രണ്ടറ്റത്തുള്ള ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിനും രണ്ടറ്റത്തുള്ള ആംഗിളിനും ഈക്വൽ ആണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയില്ലേ? നിങ്ങൾക്ക് എന്നെ കൺഫ്യൂഷൻ ആയി. ഇത്രയേ ഉള്ളൂടാ. നമ്മൾ ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തകർപ്പന. അതായത് ഇപ്പൊ 2 ട്രയാങ്കിൾ ഞാൻ വരച്ചു. ആ 2 ട്രയാങ്കിളിന് ഞാൻ പറയാണ്, ഇതിന്റെ ഈ സൈഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ സൈഡിന് ഈക്വൽ ആണ്. വേറെ കളറിൽ കൊടുക്കാം. ഈ സൈഡ് എന്ന് പറയുന്നത് ആണെങ്കിൽ ഈ സൈഡിന് ഈക്വൽ ആണ്. അപ്പോൾ ഒന്നിന്റെ ഒരു സൈഡിന് ഈക്വൽ ആണ്. ഇതിന്റെ ഈ അറ്റത്തുള്ള ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ അറ്റത്തുള്ള ഈ ആംഗിളിന് ഈക്വൽ ആണ്. ഇതിന്റെ അറ്റത്തുള്ള ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളിനും ഈക്വൽ ആണെങ്കിൽ ഇവന്മാര് തുല്യ ത്രികോണങ്ങളാണ്. നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡും അതിന്റെ രണ്ടറ്റത്തുള്ള ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിനും രണ്ടറ്റത്തുള്ള ആംഗിളിനും, അതായത് ഇപ്പൊ ഇത് മൂന്നും ആണെന്ന് വെച്ചോ, ഞാൻ പറയാണ് ഇത് 20 ഡിഗ്രിയാണ്, അതുപോലെ ഇവനും 20 ഡിഗ്രിയാണ്, ഇവനൊരു 30 ഡിഗ്രിയാണ്, ഇവനും 30 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ഇവൻ എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കറിയാലോ വേറെന്താ അറിയാൻ പറ്റുന്നത്? ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡും ഈക്വൽ ആയിരിക്കും. അതായത് തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ്, തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമാണ്. അപ്പൊ ഈക്വൽ ട്രയാങ്കിൾ ആവാനുള്ള രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ സാധനം ASA റൂൾ. ഒരു സൈഡും അതിന്റെ രണ്ടറ്റത്തുള്ള ആംഗിളും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്ക്. ഇതിൽ നമ്മളോട് ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഓൺ ദ റൈറ്റ് ഈക്വൽ ടു ദി
സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ടു ദ ലെഫ്റ്റ്. അതായത് ഇതിന്റെ റൈറ്റിലും ലെഫ്റ്റിലും ഉള്ള ഈക്വൽ സൈഡ്സ് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്ക്, ചുവടെയുള്ള ഓരോ ജോഡി ചിത്രങ്ങളിലും ഇടത്തെ ത്രികോണത്തിലെ വശങ്ങൾക്ക് തുല്യമായ വശങ്ങൾ വലത്തെ ത്രികോണത്തിൽ നിന്നും കണ്ടുപിടിച്ച് എഴുതുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ത്രികോണം തുല്യ ത്രികോണാണെങ്കിൽ നോ പ്രോബ്ലം ആയിരുന്നു. അപ്പൊ നമ്മൾ നോക്കുക, ഇത് 3 സെന്റിമീറ്റർ ആണ്, ഇത് 3 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഒരു സൈഡ് ഇതൊരു സൈഡിന് ഈക്വൽ. ഇതിന്റെ ഇത് ഈ അറ്റത്തുള്ള 50 ഡിഗ്രി കോണ് ഈ അറ്റത്തുള്ള 50 ഡിഗ്രിക്ക് ഈക്വൽ. ഇത് 70 ഡിഗ്രി ആണ്, ഇതിന്റെ ഈ അറ്റത്തുള്ള 70 ഡിഗ്രിയും ഈക്വൽ ആണ്. അപ്പൊ ഏതാ റൂള്? സൈഡ് ആംഗിൾ സൈഡ് ആംഗിൾ റൂൾ, ASA റൂൾ. അതായത് ഒരു സൈഡും അതിന്റെ രണ്ടറ്റത്തുള്ള ആംഗിളും മറ്റേതിന്റെ ഒരു സൈഡിനും രണ്ടറ്റത്തുള്ള ആംഗിളിനും ഈക്വൽ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി വെക്കണം കേട്ടോ. എങ്ങനെ എഴുതി വെക്കുക? ഇതിന്റെ AB ഈക്വൽ ടു RQ ആണ്, ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ R, ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q. അങ്ങനെയെങ്കിൽ എന്താണ്? നമ്മളുടെ ABCയും PQRും ഈക്വൽ ട്രയാങ്കിൾ ആണ്, തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണത്തിൽ എന്താണ് പ്രത്യേകത? തുല്യ ത്രികോണത്തിൽ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യാണ്, തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യാണ്. നമ്മളോട് എന്താ ചോദിച്ചത്? വശമാണ് ചോദിച്ചത്. സൈഡ്സ് ഏതാന്നാ ചോദിച്ചത്. ഏതാ സൈഡ്? തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളാണ് തുല്യം. അതായത് നമുക്ക് ഈ 50 ഡിഗ്രിക്ക് എതിരെയുള്ള ഈ വശം എന്തിന് ഈക്വൽ ആയിരിക്കും? ഇവിടെ 50 ഡിഗ്രിക്ക് എതിരെയുള്ള ഈ വശത്തിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ 70 ഡിഗ്രിക്ക് എതിരെയുള്ള ഈ വശം എന്തിന് ഈക്വൽ ആയിരിക്കും? ഇവിടെ 70 ഡിഗ്രിക്ക് എതിരെയുള്ള ഈ വശത്തിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് നമ്മളുടെ ഈ ഒരു CB ഈക്വൽ ടു PQ ആണ്. അതുപോലെ ഇവിടുത്തെ AC ഈസ് ഈക്വൽ ടു എന്താണ്? PR ആണ്. റെഡി? ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിനാണ് വലിയ സംഭവമായിട്ട് വലിയ ആക്കുന്നത്. അപ്പൊ 2 റൂള് പഠിച്ചേ, SSSഉം ASAയും. ഇനി മൂന്നാമത്തെ റൂളാണ് ASAS. അതായത് രണ്ട് സൈഡും ഇൻ ബിറ്റ്വീനുള്ള ആംഗിളും. ദാറ്റ് ഈസ് ഒരു 2 ട്രയാങ്കിൾ മിസ് വരയ്ക്കുന്നു. മിസ് പറയാണ് ഇതിന്റെ ഈ സൈഡ് ഇതിന്റെ ഈ സൈഡിന് ഈക്വൽ ആണ്, ഇതിന്റെ ഈ സൈഡ് ഇതിന്റെ ഈ സൈഡിന് ഈക്വൽ ആണ്. അതുപോലെ ഇതിന്റെ ഇൻ ബിറ്റ്വീനുള്ള ഈ ആംഗിൾ ഇതിന്റെ ഇൻ ബിറ്റ്വീനുള്ള ഈ ആംഗിളിനും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇത് 3 ആണ്, ഇത് 3 ആണ് വെച്ചു. ഇത് 4 ആണ്, ഇതും 4 ആണ് വെച്ചു. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ആംഗിൾ 50 ഡിഗ്രി ആണ്, ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള 50 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിലും ഈക്വൽ ട്രയാങ്കിൾ ആണ്. പനി കണ്ടുപിടിക്കാൻ നമ്മളുടെ തലയിൽ തൊട്ട് നോക്കി ചൂടുണ്ടോ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഉള്ളിലേക്ക് ക്ഷീണുണ്ടോ നോക്കിയാൽ മതി എന്ന് പറയും പോലെ ഇവർക്ക് എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, 3 സൈഡിന് ഈക്വൽ ആണ് എന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളുടെ ഒരു സൈഡും അതിന്റെ രണ്ടറ്റത്തുള്ള ആംഗിളും മറ്റേതിന്റെ ഒരു സൈഡിനും രണ്ടറ്റത്തുള്ള ആംഗിളിന് ഈക്വൽ ആണോ നോക്കിയാൽ മതി. മൂന്നാമത് എന്ത് ചെയ്യുക, 2 സൈഡും ഇൻ ബിറ്റ്വീനുള്ള ആംഗിളും മറ്റേതിന്റെ 2 സൈഡിനും ഇൻ ബിറ്റ്വീനുള്ള ആംഗിളിനും ഈക്വൽ ആണോ നോക്കിയാൽ മതി. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. സോ ഈ ക്വസ്റ്റ്യൻ നോക്ക്, ഇതിന്റെ ഈ സൈഡ് 4 ആണ്, അതുപോലെ ഈ സൈഡും 4 ആണ്. ഇതിന്റെ ഈ സൈഡ് 5 ആണ്, ഇതിന്റെ ഈ സൈഡും 5 ആണ്. ഇതിന്റെ ഇൻ ബിറ്റ്വീനുള്ള 40 ആണ്, ഇതിന്റെ ഇൻ ബിറ്റ്വീനുള്ളതും 40 ആണ്. നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? അതായത് നമ്മളുടെ ഈക്വൽ ആംഗിൾസ് കണ്ടുപിടിക്കാനാ പറഞ്ഞത്. അതായത് തുല്യമായ കോണുകൾ രണ്ടാം ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത്രേ ഉള്ളൂടാ. നമുക്കറിയാം ഇതിന്റെ 2 സൈഡും ഇൻ ബിറ്റ്വീൻ ഉള്ള ആംഗിളും ഇതിന്റെ 2 സൈഡിനും ഇൻ ബിറ്റ്വീൻ ഉള്ള ആംഗിളിനും ഈക്വൽ ആണെങ്കിൽ ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ തുല്യ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തുല്യ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ളതാണ് തുല്യ ആംഗിൾ. അതായത് ഏതൊക്കെ ആയിരിക്കും തുല്യ ആംഗിൾ മക്കളെ? നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഇതാ നമുക്ക് ഈ 5ന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അത് 4ന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഇവിടെ 4ന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. സെറ്റ്. ഇത്രയുള്ള പരിപാടി. നമുക്ക് ഇതില് ഞാൻ വേണമെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ഇങ്ങ് കാണിച്ചു തരാം. അതായത് O എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ സെന്റർ ആണ്. ഓക്കെ, അതുപോലെ ABCD എന്നൊക്കെ പറയുന്ന ഈ സർക്കിളിലെ പോയിന്റ്സ് ആണ്. അതായത് ABയും CDയും നമ്മളോട് ചോദിക്കുകയാണ്, ABയും CDയും ഈക്വൽ ആണോ എന്നാ ചോദിച്ചത്. അതായത് വൃത്തത്തിൽ O വൃത്തകേന്ദ്രവും ABCD വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. ABCD എന്നീ വരകൾക്ക് ഒരേ നീളമാണോ എന്തുകൊണ്ട് എന്നേ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവിടെ കുഞ്ഞു 2 ട്രയാങ്കിൾ കാണില്ലേ, ഇത് ഈക്വൽ ആണോ നോക്കിയാൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതിന്റെ ഈ സൈഡ് നമുക്ക് ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഒക്കെ എന്താ, ഇതൊക്കെ ഈ വൃത്തത്തിന്റെ ആരങ്ങളാണ് അല്ലെ. OA ഈക്വൽ ടു OB ഈസ് ഈക്വൽ ടു OC ഈക്വൽ ടു OD. ഇതൊക്കെ എന്താ, വൃത്തത്തിന്റെ ആരങ്ങളാണ്. അപ്പൊ ഇവന്മാരൊക്കെ ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ സൈഡ്സിനൊക്കെ ഈക്വൽ ആണ്. ഇതിന്റെ സൈഡ്സിന് ഈക്വൽ ആണ്. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള 80 ഡിഗ്രി ആണ്, ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള 80 ഡിഗ്രി ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, 2 ട്രയാങ്കിൾ ഉണ്ട്, ഈ 2 ട്രയാങ്കിൾ ഉണ്ട്. ഇതിലൊക്കെ ഇതിന്റെ ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഒക്കെ ഈക്വൽ ആണ്. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ 80 ഡിഗ്രി
ഡിഗ്രിയാണ്, ഇതിന്റെ ഇൻ ബിറ്റ്വീൻ 80 ഡിഗ്രിയാണ്. then ഇതെന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾ ആണ്. ബൈ ഏത് റൂള്? രണ്ട് സൈഡും അതിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള ആംഗിളും SAS റൂള്. SAS റൂള് പ്രകാരം ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണ്. നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഈക്വൽ ആയിരിക്കും. അതായത് 80ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡും ഈ 80ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡും ഈക്വൽ ആയിരിക്കും. therefore AB equal to CD. നിങ്ങൾ എഴുതി വെക്കോ. സെറ്റപ്പ് അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഉഷാറായിട്ട് മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ആയിട്ട് ഒരു ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ നമുക്ക് ഖത്തം ഹോ ഗയ. അതായത് ഈ ചാപ്റ്ററിൽ അവസാനമായിട്ട് പറയാനുള്ളത് നമുക്ക് 2 ടൈപ്പ് ഓഫ് ത്രികോണങ്ങൾക്ക് നിങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തതാണ് ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. ഓക്കെ, അതായത് ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. സിമ്പിൾ അല്ലേ? അടുത്ത ഒരാളും കൂടി ഉണ്ട്, നമ്മളുടെ വേറൊരാള് ഈക്വൽ ട്രയാങ്കിൾ ആണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലെങ്കിൽ സമഭുജ ത്രികോണം. ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ അറിയോ? ഐസോസിലസ് ട്രയാങ്കിളിൽ രണ്ട് സൈഡും അതിന്റെ ഓപ്പോസിറ്റുള്ള രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത 3 സൈഡും 3 ആംഗിളും ഈക്വൽ ആയിരിക്കും. 3 ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഒരു ആംഗിൾ എത്ര ആയിരിക്കടാ? ഒരു ആംഗിൾ എത്ര ആയിരിക്കും? വെരി ഈസി. ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി, അതായത് 180 അല്ലേ മൊത്തം സം ഓഫ് ആംഗിൾസ്. 3 ഈക്വൽ ആണെങ്കിൽ 180/3 60 ഡിഗ്രി ആണ് ഓരോ ആംഗിളും. 60 വരിക. വെരി ഈസി അല്ലേ? സിമ്പിൾ കാര്യമല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരിക, വൺ ആംഗിൾ ഓഫ് എൻ ഐസോസിലസ് ട്രയാങ്കിൾ ഇസ് 120 ഡിഗ്രി, ദ അതർ 2 ആംഗിൾസ് ആർ ഓഫ് ഈക്വൽ മെഷർ, വാട്ട് ആർ ദ മെഷേഴ്സ്? ഇത് 120 ഡിഗ്രിയാണ്. ഈ 2 ആംഗിളും ഒരേ മെഷർ ആണെങ്കിൽ എന്തായിരിക്കും മെഷർ എന്ന് നിങ്ങൾക്കറിയാലോ. ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടടാ? 180. അപ്പൊ 180 120 പോയി കഴിഞ്ഞാൽ 60 ഡിഗ്രിയാണ് ഇവന്മാർ രണ്ടാളും കൂടെ കൂട്ടിയാൽ. ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഇവന്മാർ രണ്ടാളും ഈക്വൽ ആണ്. അപ്പൊ ഒന്ന് എത്രയായിരിക്കും? 60/2 30 ഡിഗ്രി. അപ്പൊ ഇത് എത്രയായിരിക്കും? 30 ഉണ്ടാവുക. സിമ്പിൾ. അപ്പൊ ഇത്രയേ പഠിക്കാനുള്ളൂ. അപ്പൊ നമ്മൾ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളുടെ ഒരു ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾസ് എപ്പോഴാണ് ഈക്വൽ ട്രയാങ്കിൾക്ക് ആവുക? 3 റൂള്, SSS റൂള്, SAS റൂള്, ASA റൂള്. ഈ 3 റൂള് മറക്കരുത്. ഏത് ഉറക്കത്ത് ചോദിച്ചാലും പറഞ്ഞുതരാൻ പറ്റണം. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ എന്താ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താ, ഇതൊന്ന് വെറുതെ ഒന്ന് ഓർത്ത് വെക്കുക. അത്രയേ ഉള്ളൂ ചാപ്റ്റർ. അടിപൊളിയായിട്ട് പഠിച്ചില്ലേ? അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഏതാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള ചാപ്റ്റർ എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസിന് മക്കൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുകയും വേണം. ഈ ചാപ്റ്റർ മാത്രമല്ല മൊത്തം ചാപ്റ്ററും വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ ഈ ഒരു സൂപ്പർ ബാച്ചിലേക്ക് പോരും. സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞാൽ ഓണം എക്സാമിന്റെ സ്പെഷ്യൽ ബാച്ച് ആണ് കേട്ടോ. ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ഫുൾ റിവിഷൻ ക്ലാസ്സാണ് ഞങ്ങൾ തരാൻ പോകുന്നത്. ഓണം എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതിജ്ഞ. അപ്പൊ ഞങ്ങൾ ആ പ്രതിജ്ഞ നിറവേറ്റിയിരിക്കും എന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാണ്. സോ മക്കൾ വേണമെങ്കിൽ പോര്. നമ്മൾക്ക് ഇപ്പോൾ ഓഫറും ഉണ്ട്. നമ്മളുടെ 3799 രൂപയ്ക്കാണ് ഈ ഒരു ബാച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ കുഞ്ഞു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തോ. പൈസ ഒന്നും കൊടുക്കേണ്ട. അതിന് രജിസ്റ്റർ ചെയ്ത കുട്ടികളെ ഞങ്ങളൊന്ന് വിളിക്കും, കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. വേണമെങ്കിൽ ഇങ്ങോട്ട് പോര്, സെറ്റാക്കാം, അടിപൊളിയാക്കാം. സോ നമുക്ക് അടുത്ത ഏത് ചാപ്റ്റർ ആണെന്ന് പറയണേ. ആ ചാപ്റ്റർ ഞാൻ താഴെ നോക്കിയിട്ട് അതുപോലെ ആയിരിക്കും അടുത്ത വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഫ്രണ്ട്സിലേക്ക് പെട്ടെന്ന് ഷെയർ ചെയ്തോ. അതുവരേക്കും ബൈ.